ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ ദിവസമായി ഗ്രേപ്സ് വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യില്ല. വൈൻ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രേപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാമേ, ഗ്രേപ്സ് ജ്യൂസ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നല്ലപോലെ കഴുകണം. എല്ലാവർക്കും അറിയാമല്ലോ. കഴുകിയതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ട് വയ്ക്കണം. അപ്പം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ അടിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ തണുത്തതിന് ശേഷം അടിക്കുന്ന ചൂടുവെള്ളത്തിൽ ഇടുന്നത് ചിലർക്കൊക്കെ ഈ മുന്തിരി ജ്യൂസ് കുടിക്കുമ്പം ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഗ്രേപ്സ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം തന്നെ എടുത്തിട്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നല്ലപോലെ അടിച്ച് എടുക്കാം. അപ്പോൾ നല്ല തണുപ്പ് കിട്ടും, വേറെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കഴിക്കുന്ന എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാമേ. അപ്പോൾ നല്ലപോലെ തണുക്കട്ടെ. അപ്പം ഞാൻ ഗ്രേപ്സ് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രീസറിലൊരു 20 മിനിറ്റ് വെച്ച് തണുപ്പിച്ചെടുത്തേ. ഒരു ചെറിയ ചൂട് പോലെ ഇരിക്കുമല്ലോ, ജ്യൂസ് തണുത്താലല്ലേ നല്ലത്. അപ്പം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചൂടെ എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ വയ്ക്കുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു തണുപ്പ് വരും. ആ തണുപ്പോട് കൂടിയാണ് ഞാൻ അടിക്കുന്നത്. പിന്നെ നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുകയാണ്. മധുരമൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇടാം. പിന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3-4 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തണുപ്പിച്ച് കുടിക്കാം. നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് നല്ല ഫ്രഷായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസാണ്. ഇതിൽ കളറൊന്നുമില്ല, മുന്തിരി കുരുവുള്ള മുന്തിരിയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ചെറുതായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുക്കണം. അരയ്ക്കരുത്, അരച്ചാൽ കുരു വന്നിട്ട് കയ്പ്പ് വരും. അപ്പോൾ ഇത് നല്ലൊരു ജ്യൂസാണ്. കളറില്ലാന്നേ ഉള്ളൂ. ആ മുന്തിരിയുടെ അവരിതല്ലേ വരുള്ളൂ. മറ്റേ റെഡ് കളറിലെ മുന്തിരി അല്ല, ഇത് കുരുവുള്ള മുന്തിരിയാണ്. അതുകൊണ്ടാണ് ഇതിന് കളറ് ഇല്ലാത്തത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് നമുക്ക് കഴിക്കാം.